ഹലോ. ഒരുപാട് പേര് ഇടിച്ചു വയ്ക്കലാണല്ലോ. പറഞ്ഞു നാട്ടിക്കല്ലേ, വെറുതെ എല്ലാവരും കൂടെ ഇപ്പൊ ഞങ്ങളെ മർദ്ദകരാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് വിശേഷം? ന്യൂ ഇയർ ഒക്കെ സുഖം. ഇന്നെനിക്ക് ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞിടക്ക് ന്യൂസിലൊക്കെ ഒരുപാട് ഇത് വന്നു, പോലീസ് സ്റ്റേഷനിലൊക്കെ മർദ്ദനങ്ങളും ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഇങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം ചെയ്യാമോ? അത് നിയമവിരുദ്ധമല്ലേ? ബലപ്രയോഗം ഓരോ സാഹചര്യങ്ങളെ അനുസരിച്ചിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പരാതി, അതായത് വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന സ്ത്രീകളെ ഒരാൾ ശല്യപ്പെടുത്തുന്നു സ്ഥിരമായിട്ട്. ഇന്ന് ചീത്ത വിളിച്ച് പറയും, മദ്യപിച്ചിട്ടുണ്ട്, അയാൾ പഴയ കൊലക്കേസ് പ്രതിയാണ്. ഞാൻ കൊലക്കേസ് ഉണ്ടായാലും എങ്ങനെയാണെന്ന് അറിയണം. അതാണ് അതിൻ്റെ എത്ര നിസ്സാരമായിട്ടാണ് ഒരു മനുഷ്യനെയൊക്കെ കൊന്നുകളയുന്നത്. ഇയാൾ ഭയങ്കര ചൂടനാണെന്നാണ് നാട്ടുകാരുടെ ഇടയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ചൂടനാണ് അദ്ദേഹം. ആര് വന്നാലും പുള്ളിയോട് സംസാരിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളി ഇടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരിക്കൽ കോട്ടയം കിഴക്കേ സൈഡിലുള്ള ഒരാൾ ഇയാൾ നിൽക്കുന്ന പ്രദേശത്തൂടെ മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അപ്പോൾ അയാൾക്ക് വഴി തെറ്റി. പുള്ളി ഈ ആളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി അതാണ്. ഇയാൾ മിണ്ടിയില്ല. അപ്പോൾ അയാൾ ആദ്യം വിചാരിച്ചു വല്ല പൊട്ടനോ വല്ലാണോ. രണ്ടാമത് വീണ്ടും ചോദിച്ചു, ഈ മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴി ഏതാ? ഇയാൾ അപ്പോഴും മിണ്ടിയില്ല. ഗൗരവത്തിൽ ദൂരെ നോക്കിയാണ് ഇയാൾ കാറിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി അടുക്ക ചെന്ന് തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ തന്നോട് ചോദിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴി ഏതാണ്? അത് അദ്ദേഹത്തിന് ചൂടൻ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. ചൂടൻ ഉടനെ കയ്യിൽ പുറകിൽ വെച്ചിരുന്ന കത്തി ഒരു കുത്തം കൊടുത്തു. പക്ഷേ കള്ളുകുടി ചാടി നിന്ന ആളാണ്. കുത്ത് കറക്റ്റായിട്ട് നേരെ ഹാർട്ടിൽ കയറി അയാൾ വീണു മരിച്ചുപോയി. അതാണ് ഈ ചൂടൻ കൊലക്കേസിലെ പ്രതിയുടെ ഒരു സ്വഭാവം. ഒന്നും ടോളറേറ്റ് ചെയ്യാത്ത വളരെ അരഗൻ്റായ ഒരാൾ. ഇയാളാണ് അവിടെ നിന്ന് ശല്യം ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ SI ചാർജ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നടപടി എടുത്തേ പറ്റുള്ളൂ. നേരെ പാർട്ടിയും കയറ്റി അവിടെ ചെന്നു. പാർട്ടി എന്നുകൊണ്ട് എൻ്റെ സ്ക്വാഡുകാരാണ്. ഈ സ്ക്വാഡുകാരെ പറ്റി പറയാതെ പോകാൻ വയ്യ. എല്ലാ 6 അടി 3 ഇഞ്ചാണ്. അവർ കാട്ടുപട്ടാളം എന്ന് അറിയപ്പെട്ടിരുന്നതാണ്. ഭയങ്കര ഭീകരന്മാരാണ്. അപ്പോൾ ഇവരും ഞാനും കൂടെ അവിടെ കയറി ചെന്നു. ഞാൻ ഇയാളെ കയറി പിടിച്ചു. കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ അയാളെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഒന്ന് വലിയ ഉദ്ദേശമൊന്നുമില്ല. ഇവരൊന്ന് പേടിപ്പിക്കണം, ഒരു പെറ്റി കേസ് ഉണ്ടെങ്കിൽ കുറച്ച് വിടണം, ഇനി അവിടെ വരരുതെന്ന് പറയണം, അത്രേ ഉദ്ദേശമുള്ളൂ. പക്ഷേ ഞാൻ ഇയാളെ ഇരുത്തി സൈഡിൽ, SIയുടെ മേശയുടെ സൈഡിൽ ഇരുത്തി, തറയിലിരുത്തിയിട്ട് ഞാൻ പേന എടുത്ത് ഇയാളുടെ പേരും അഡ്രസ്സും കുറിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് എനിക്ക് കാണാം. അകത്തു വന്ന് നിർത്തി. ഒരു കാവി ഉടുപ്പൊക്കെ ഇട്ടൊരു കംപ്ലീറ്റ് മൊട്ടയടിച്ച ഒരാൾ, നേരത്തെ മനുഷ്യനാണ്. അയാൾക്കൊരു 55 വയസ്സിന് മേലെങ്കിലും കാണുമായിരിക്കും. അയാളുടെ കൂട്ടത്തിലൊരാളും കൂടെ ആയിരുന്നു. എനിക്ക് അവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയമില്ല, പുതിയ ആളാണ്. നേരെ അകത്തോട്ട് കയറി വന്നു. ഹാഫ് ഡോർ തള്ളി തുറന്ന് അകത്തോട്ട് കയറിയിട്ട്, അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കയറണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, നീ എൻ്റെ മകനെ പിടിക്കുമല്ലോടാന്ന് ചോദിച്ച് എനിക്ക് ആദ്യത്തെ ഇടിയാണ് നേരെ വരണം. അങ്ങനെ ഒരു ഇടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എന്ത് നടപടി എടുക്കണം? തിരിച്ച് എൻ്റെ മാനം സംരക്ഷിക്കണം, എൻ്റെ ശരീരം ജീവനും സംരക്ഷിക്കണം. അവിടെ ഇരിക്കുന്ന മറ്റു പോലീസുകാരുടെയൊക്കെ ഉത്തരവാദിത്വം എനിക്കാണ്, അവിടെ വന്നിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പോൾ എനിക്ക് തിരിച്ച് ബലം പ്രയോഗിച്ചേ പറ്റും. ഞാനൊന്നും നോക്കിയില്ല. സാധാരണഗതിയിലൊരു പോലീസ് സ്റ്റേഷനിൽ, അത് ഇപ്പോഴത്തെ തലമുറയോടും കൂടെ പറഞ്ഞേക്കാം, നമ്മുടെ നേരെ പെട്ടെന്നൊരു അറ്റാക്ക് വന്നാൽ നമ്മളല്ലാതെ വേറെ ആർക്കും അപ്പം നമ്മളെ സംരക്ഷിക്കാൻ കഴിയില്ല. പോലീസുകാരൊക്കെ ഓടി വരണത് പുറത്തായിരിക്കും. അവരൊന്ന് റൈറ്ററുണ്ടാവും, ബാക്കിയുള്ളവരുണ്ടാവും, മറകാരനുണ്ടാവും. ഇവരൊക്കെ വരാൻ ചിലപ്പോൾ ഒരു 3-4-5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലിരുന്ന ബാറ്റടിങ് എടുത്തിട്ട് പിന്നെ നോക്കിയില്ല, ഒറ്റയടിയും കൊടുത്തു. അത് അയാളുടെ തലക്കിട്ട് കൊണ്ടു. ഇവിടെ മുറിഞ്ഞു, ചോര വന്നു. അപ്പോൾ അയാളൊന്ന് സ്റ്റണ്ടായി. ഈ കൂടെ വന്നയാളും ഇവർ രണ്ടുപേരും കൊലക്കേസിലെ പ്രതികളാണ്. കോട്ടയം ജില്ലക്കാർക്ക് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ആ പ്രദേശത്തുള്ളവർക്കെങ്കിലും ആൾക്കാരെ തിരിച്ചറിയുമായിരിക്കും. അപ്പൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് ഒരാളെ കുത്തി, അയാൾ മരിച്ചുപോയി. അപ്പോൾ ആ വീട്ടിൽ 3 പേരും കൊലക്കേസിലെ പ്രതികളാണ്. അപ്പോൾ കൊലക്കേസിലെ പ്രതികളെ പിടിക്കുന്ന പോലീസിനെ ഉപദ്രവിക്കാം, ഞങ്ങൾ അവിടുത്തെ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഈ അപ്പൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദുർമാതൃക. എന്തായാലും അടി തലയ്ക്ക് കിട്ടി. ആ സമയത്തേക്ക് അടുത്ത നിമിഷത്തിൽ എൻ്റെ പാറാവുന്ന പോലീസുകാരൻ തോക്കുമായിട്ട് കയറി വന്നു. അയാളുടെ അറ്റത്ത് അന്ന് ബയോണറ്റൊക്കെ പിടിപ്പിക്കും. അയാൾ പറഞ്ഞ് കുത്തിയാൻ കയറുമെന്ന് പറഞ്ഞു.
അതോടുകൂടി ഒരു സ്കഫിൾ അവിടെ ഉണ്ടായി. ബാക്കി പോലീസുകാരെല്ലാം കൂടെ ഞങ്ങളവരെ പിടിച്ചു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ബലം പ്രയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുകയല്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ കാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആയുധമുണ്ട്, റൗണ്ട്സ് ഉണ്ട്, അതിനകത്ത് കിടക്കുന്ന പ്രതികളുണ്ട്. ചിലപ്പോൾ സെല്ലിൽ കിടക്കുന്ന പ്രതിയും ഈ വരുന്നവരും തമ്മിൽ വിരോധമുണ്ടാകാം. അവർ കയറി വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുകയാണെങ്കിലും നമ്മൾ അയാളെ രക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തിരിച്ച് ബലം പ്രയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും ബലം പ്രയോഗിക്കണമെന്നില്ല, സാഹചര്യത്തിനനുസരിച്ചാണ്. ഞാൻ ഓർക്കുന്നത് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ അത് രസമുള്ള സംഭവമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ പേര് പറഞ്ഞു പറയണം. ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ അന്ന് ബീച്ച് കുറേ ഭാഗം, ഇപ്പോൾ സ്രായിക്കാട് എന്നൊക്കെ പറയുന്ന ആ പ്രദേശം ഓച്ചിറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ്. അമൃതാനന്ദമയുടെ ആശ്രമമുണ്ട്, അതൊക്കെ കരുനാഗപ്പള്ളി അതിർത്തിയാണ്. അന്ന് അങ്ങോട്ടേക്ക് ആശ്രമത്തിലേക്കൊക്കെ ആൾക്കാർ പോകുന്നത് വലിയ ചങ്ങാടങ്ങളിലായിരുന്നു. അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കരുനാഗപ്പള്ളി അതിർത്തി കൂടെ കടന്ന് ആ ബീച്ച് വഴി വരണം. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് പോകാറുള്ളൂ. അതുകൊണ്ട് നാട്ടുകാർ പോലീസ് വണ്ടി കണ്ടായിരുന്നൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല, വഴിയിൽ നിന്ന് മാറി തരത്തില്ല. അങ്ങനെയൊക്കെ നമുക്കും വിരോധമില്ല. ഒഫൻസ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ എങ്ങനെ നിന്നോട്ടെ, മറ്റു വണ്ടിക്ക് തടസ്സമൊന്നും. ഞാൻ അവിടെ പോയി പോകുന്ന വഴി ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നേരെ ഒരു വീട് കൃത്യമായിട്ട് വരച്ച് തന്നിരുന്നു. ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് അവിടെ വാറ്റ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഓടിക്കണം. വീട്ടുടമസ്ഥനെ കൈ കിട്ടി. അയാളും വാറ്റുപകരണങ്ങളും കലക്കി വെച്ചിരുന്ന കോടയും കുറച്ച് കുപ്പി ചാരായവും ഒക്കെ കൂടെ ഞങ്ങളയാളെ പിടിച്ച് വണ്ടി കയറ്റി നേരെ അവിടെ നിന്ന് വണ്ടി വിട്ടു. അപ്പോൾ ഞങ്ങൾ വണ്ടി വിടുമ്പോൾ തന്നെ അവിടെ ഒരു വല്ലാത്തൊരു മൂവ്മെൻ്റൊക്കെ ഞാൻ കണ്ടു, ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരു ഇത്. അപ്പോൾ അയാൾ ആ പ്രദേശത്ത് നല്ല ബന്ധുബലമൊക്കെ ഉള്ള ഒരാളാണ്. വണ്ടി വടക്കേ അറ്റത്ത് വന്ന് അവിടെ കുറച്ച് നേരം കിടന്ന് പോകുന്ന വഴി ചീട്ട് കളിക്കാരെ കിട്ടി. അന്ന് ചീട്ടുകളി, പണം വെച്ച് ചീട്ടുകളിയൊക്കെ പിടിക്കും നമ്മൾ, പരസ്യമായിട്ട് റോഡ് സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ അവർ 2-3 പേരെ കിടിച്ചു, ബാക്കിയുള്ളവർ ഓടിക്കളഞ്ഞു. 1-2 പേര് കടലിൽ ചാടി. അവർ നീന്തി വരണവരെ നോക്കി, ഇനി കയറി വന്നില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വണ്ടി കൊണ്ട് വരുമ്പോൾ നമ്മുടെ ബോർഡർ എത്തിയപ്പോൾ അവിടെ ഒരു വലിയ ആൾക്കൂട്ടം, റോഡ് മുഴുവൻ വലിയ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്, തടി കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇവർ ഇത്ര പെട്ടെന്ന്? ഇപ്പോൾ എന്നോട് അവിടെ ഇരുന്നൊരു പോലീസുകാരൻ പറഞ്ഞു, സാറേ മിക്കവാറും ഈ ചാരായക്കാരനെ പിടിച്ചതിനായിരിക്കും ജനം, ആ പ്രദേശമാണ്. അവിടെ ഒന്ന് ഞങ്ങൾ വണ്ടി നിർത്തി. എന്താണെന്ന് ചോദിച്ചു. ഇയാളെ ഇറക്കി വിടാതെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ഒഫൻസ് കണ്ട് പിടിച്ചതല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ ഇറക്കി വിടാൻ പറ്റും? നിയമപരമായി തെറ്റാണത്. ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തെങ്കിൽ വാറണ്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇതിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കേസാണ് സുഹൃത്തെ. ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അവർ ഭയങ്കര വയലൻ്റായിട്ട് നിൽക്കാൻ. ഞാൻ വിചാരിച്ചു ഇവിടെ ഒരടിയുണ്ടാക്കിയാൽ ഞങ്ങളുടെ 3-4 പോലീസുകാരേ ഉള്ളൂ, ആൾ നന്നായിട്ട് കൂടുതലുണ്ട്. അപ്പം ഭയങ്കര റിസ്ക്കാണത്, ചിലപ്പോൾ വീട്ടിൽ പോരാൻ പറ്റാതെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു തമാശ വന്നു. അപ്പോൾ ഇയാൾ ഒരു നേതാവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ വണ്ടി ഞങ്ങൾക്ക് പോകണ്ടേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടപടി വേണ്ടേ, ഇയാൾ കോടതി ഹാജരാക്കേണ്ടതാണ്, നിങ്ങൾ ഞങ്ങളെ തടഞ്ഞ് ഞങ്ങൾ തെറ്റാണ്, നിങ്ങളുടെ പേര് കേസുണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞു. അത് കാണട്ടെ, പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാളാണ് നേതാവ്. നല്ല വെളുത്തിട്ട് മിടുക്കൻ്റെ അടുത്ത് നല്ല ആരോഗ്യമുള്ള ഒരാൾ. ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം നല്ല കാണാനൊക്കെ മിടുക്കന്മാരാണ്. അപ്പോൾ അവർ വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നേതാവിനെ മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ ശരി, നിങ്ങൾ വിടണ്ട, ഞങ്ങൾ പോകുന്നില്ല. തൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെ ഒന്ന് ഇരിക്കാൻ പോകണം. ഞങ്ങൾ ഏതായാലും താൻ ദത്തെടുത്തല്ലോ, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ വണ്ടി തിരിക്കുന്നു. അപ്പം വാറ്റുകാരനും ഈ ആൾക്കാരും എല്ലാവരും കൂടെ വണ്ടി പതുക്കെ തിരിച്ചു. അപ്പോൾ ആരും പറഞ്ഞു തരുന്നില്ല വീട്. അപ്പോൾ പലരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു തമാശയായി, ഇത് വേറൊരു രീതിയിലേക്ക് ഇട്ടാണല്ലോ. അപ്പം ഞാൻ ആ സൈഡിൽ നിന്നൊരു കടക്കാരനോട് ചോദിച്ചു, വീട് ഏതാണെന്ന് ചോദിച്ചു, പതുക്കെ കൈ കൊണ്ട്. അയാൾ പതുക്കെ കാണിച്ചു തന്നു, അതാണെന്ന് കാണിച്ചു തന്നു. നേരെ വണ്ടി അതിൻ്റെ വാതിക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് കൈയടിച്ച്, വാങ്ങിക്കാന്ന്, ഇത് കൊണ്ടുപോയിക്കോ, അവിടെ നിങ്ങൾ ഒരു തോന്നിയാസം കാണിച്ചു, അതുകൊണ്ട് പിടിച്ചാന്ന്. ഞാൻ ചെന്ത് കിട്ടി. കുറച്ച് അപ്പുറത്തൊരു വീട്ടിൽ ഒരു സ്ത്രീയുടെ വാറ്റ് നിങ്ങൾ പിടിച്ചായിരുന്നു. എന്നിട്ട് അവളെ നിങ്ങൾ ഫൈൻ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിച്ച് ഫൈൻ കൊടുത്ത് വിട്ടതായിട്ട് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ആളിനെയും ഫൈൻ കൊടുത്ത് വിടണം. അപ്പം ഞാൻ ചോദിച്ചു, 2 സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ആ സ്ത്രീയുടെ ഞാൻ പിടിച്ചത് 1.5 കുപ്പി വ്യാജമദ്യമാണ്. അവർക്ക് വാറ്റില്ല. ആ സ്ത്രീക്ക് ക്യാൻസറാണ്. 3 പെൺകുട്ടികളുണ്ട്, ഭർത്താവില്ല, മരിച്ചുപോയി. അവർ എന്തെങ്കിലും വേറെ ജോലി ചെയ്ത് ജീവിക്കേണ്ടതാണ് മര്യാദ.
പക്ഷേ എന്തോ അവരിത് ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എവിടെയെങ്കിലും വല്ല വീട്ടു ജോലിക്കൊക്കെ പോയിക്കൂടെ? ഇപ്പോൾ ക്യാൻസർ രോഗിയാണ്, അവർക്കൊരു വീട്ടിലും പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവശതയാണ്, നല്ല അവശതയാണ്. അവരുടെ ഉടുത്തിരിക്കുന്ന ഒരു പക്ഷേ ആ മുണ്ടിൻ്റെ കളർ പോലും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒരു കളങ്കളം, ഒരു പാവ സ്ത്രീ, മുടി പോലും ചീകിട്ടില്ല. ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ഈ ദൈന്യതയുടെ അങ്ങേറ്റം. പക്ഷേ പിടിച്ച സ്ഥിതിക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വനിതാ പോലീസ് അന്നില്ലായിരുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് വനിതാ പോലീസിനെ കൊണ്ടുവന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് കേസ് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരുടെ അടക്കാൻ പൈസ ഇല്ല. ഇനി ഇവർക്ക് ഈ വിൽപ്പന ഉള്ളത് കൊണ്ട് നാട്ടുകാർ ഇവരെ ഏതാണ്ട് ബഹിഷ്കരിച്ചതുപോലെയാണ്. ഒരു കടയിൽ നിന്ന് ഒരു അല്പം മുളകും മല്ലി അരി പോലും അവർക്ക് ഫ്രീ കൊടുക്കത്തില്ല, കടം പോലും കൊടുക്കത്തില്ല. ഈ പെൺപിള്ളേരുമൊക്കെ ചെറുതാണ്. അപ്പോൾ അവർക്കും ഒന്നും ജോലിക്ക് പോകാനുള്ള പ്രാപ്തിയൊന്നും ആയിട്ടില്ല, കൊച്ചു പിള്ളേരാണ്. അപ്പോൾ ഒരു ദൈവം ഒരു കരുണയും കാണിക്കാത്തൊരു വീട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ഒരു ഫൈൻ അടച്ചു പോകുന്നതിൻ്റെ ഒരു പരിപാടിയുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ റൈറ്റർ വർഗീസ് ഒരാളോട് ഇളവ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ നിയമത്തിൻ്റെ അങ്ങേയറ്റം പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് റൈറ്റർ, പ്രായമുള്ള ആളാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അത് എന്നോടും ചെയ്തില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാൾ എൻ്റെ ചെവി വെച്ച് പറഞ്ഞു, സാറേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതൊരു കഷ്ടമാണ്, നമുക്കൊരു അവിടുത്തെ കോടതിയിൽ ഫൈൻ അടച്ചാൽ പോകാമെന്ന് പറയുന്നു, എന്തെങ്കിലും പൈസ നമുക്ക് എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100 സമ്മതം കൊടുത്തേക്ക്. കൊടുത്തിട്ട് അവരെ വിട്ടു. ഈ കഥ അവരവിടെ ചെന്ന് പറഞ്ഞു. അവതരിപ്പിച്ചതിൻ്റെയാണ് ഞങ്ങളിപ്പോൾ വാറ്റുകാർക്ക് മുഴുവനും ഫൈൻ ഞങ്ങൾ അടക്കണം എന്ന് തീരുമാനിച്ചത്. പക്ഷേ അന്നത്തെ അവസ്ഥ, അവരുടെ അവസ്ഥ കണ്ടാൽ ഞങ്ങളെന്നല്ല ആരും മനുഷ്യരാണെങ്കിലും കൊടുത്തു. ഞാൻ ഇടയ്ക്ക് എല്ലാ പ്രാവശ്യം അതിലേ പോകുമ്പോഴും അവിടെ കയറി പറയും, ഇവിടെ വിൽക്കരുത്, വിറ്റ് കണ്ടാൽ ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തും. പക്ഷേ ഞാനില്ലാത്തപ്പോഴൊക്കെ അവർ അവിടെ നിന്ന് മാറി വേറെ പരസ്യം വിറ്റതായിട്ട് ഞാൻ അറിഞ്ഞു. അതിനകത്തൊരു നിയമപരമായ പ്രശ്നമായിട്ട് ഞങ്ങൾ തെറ്റാണ്. പക്ഷെ മനുഷ്യത്വപരമായിട്ട് ഞങ്ങൾക്ക് അവരെ മാസം ചിലവിന് കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ ഞാൻ പോവുകയും അവരെ വാൺ ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷെ അവർ വേറെ എവിടേക്കോ വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയത്. ഞാൻ ഓർക്കുന്നു, അന്ന് ശങ്കുമാവൻ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, വളരെ പ്രായമുള്ള ആളാണ്. പുള്ളി ഇടയ്ക്ക് അവിടെ വന്നു. എന്നിട്ട് പുള്ളി അവരോട് പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ പോലീസിനെ തടഞ്ഞാൽ അവർ കേസെടുക്കും. ഇപ്പോൾ ഈ തമാശ പറഞ്ഞു പോകുന്ന പോലെ ആയിരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ആളും കൂട്ടി വരും, നല്ല അടിയും വാങ്ങിക്കും, രാത്രി വീട്ടിലും കയറും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹം സമാധാനിപ്പിച്ച് വിട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് വേറൊരു രീതിയാണ്. നമ്മൾ സമാധാനപരമായി ഒരു തമാശ പോലെ ആ പ്രശ്നം ഡീൽ ചെയ്ത് പോയി. ഞാനിത് സംസാരിക്കുന്നത് നമ്മളെ എല്ലാ പ്രശ്നത്തിലും ഒരുപോലെ തന്നെ ഇടപെടേണ്ടതില്ല. ചിലത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു പോരാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മളത് ചെയ്യണം, വഴക്കുണ്ടാക്കാതിരിക്കാനും ബലം പ്രയോഗിക്കാതിരിക്കാനും. പിന്നെ ഞാൻ ഓർമ്മിക്കുന്നത് വടുതല പോലീസ് സ്റ്റേഷൻ്റെ വടുതലയിലെ നോർത്ത് പോലീസ് സ്റ്റേഷൻ അതൊക്കെയാണ്, എറണാകുളം. അവിടെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരാളുടെ വീട് അവിടെ നിന്ന് ഒഴിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. എന്തോ വാടക പ്രശ്നം എന്തൊക്കെയാണെന്ന് തോന്നുന്നു, അതോ അത് ഞാൻ വിഷയം ഓർമ്മയില്ല. എന്തായാലും കോടതി ഉത്തരവുണ്ട്. അവിടേക്ക് SIയും പാർട്ടിയും കൂടെ ചെല്ലുന്നു. കോടതി ഉത്തരവ് കാണിച്ചപ്പം അയാൾ പറഞ്ഞു, ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് വേറെ വീടില്ല, കോടതി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്, എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ SI പതുക്കെ ഒന്ന് ബലം പിടിച്ചു. ഞാൻ റോഡിലുണ്ട്, വയർലെസ്സിൽ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ വണ്ടി അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വണ്ടി അങ്ങോട്ടേക്ക് പതുക്കെ നീങ്ങാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വയർലെസ്സിൽ ഭയങ്കര ബഹളമൊക്കെ കേൾക്കാം. വണ്ടി നല്ല സ്പീഡിലിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഇയാൾ മണ്ണെണ്ണ ഒഴിച്ച് നിൽക്കുകയാണ് ഫുൾ. ഇടയ്ക്കിടയ്ക്ക് തീപ്പെട്ടി ഉരയ്ക്കും, ആരെയും അടുപ്പിക്കത്തില്ല. ഒരു കൊച്ചിനെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൂടെ കണ്ടപ്പം എനിക്ക് പിടിപോയി, ഇവനെ എന്തെങ്കിലും ചെയ്ത് ഈ കുട്ടിയെയും ഇയാളെ രക്ഷിക്കണ്ടേ. എനിക്കതല്ല, ഇത്രയും പോലീസ് നിൽക്കുന്നു, ആൾക്കാർ നിൽക്കുന്നു, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അയാളെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ തൊടാൻ പറ്റില്ല. കാരണം മണ്ണെണ്ണ കുതിർന്ന് നിൽക്കുകയാണ്. നമ്മൾ എന്ത് പിടിച്ചാൽ നമുക്കും ദേഹത്ത് തീ പിടിക്കും, പൊള്ളലേക്കും. ചിലപ്പം അയാളുടെ കൂട്ടത്തിൽ തന്നെ നമ്മളും മുകളിലോട്ട് പോകാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച SIയോട് ഞാൻ പറഞ്ഞു, നീ മാറി നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് മാറി നിൽക്കും, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് SIയുടെ അടുത്ത് ഇങ്ങനെ മുൻവശത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരൊറ്റ ഓട്ടത്തിന് മുന്നിൽ നിന്ന് SI സനൽകുമാറും പുറകിൽ നിന്ന് ഞാനും മറ്റൊരു പോലീസുകാരുടെ കൂടെ ഓടിച്ചെന്ന് അല്ല കാലിൽ പിടിച്ച് പൊക്കി. ഇപ്പോൾ ഇയാൾ മലന്ന് റോഡിലോട്ട് വീണു. മലന്ന് റോഡിലോട്ട് വീഴുമ്പോൾ തലയടിച്ചാണ് വീണത്. ഞങ്ങൾക്ക് അതേ ഒരു മാർഗ്ഗമുള്ളൂ. ഒരു വലിയ
ദുരന്തത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ ഈ ഒരു ചെറിയ പരിക്ക് ഏൽപ്പിച്ചേ പറ്റൂ. അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. ഓടിച്ചെന്ന് പൊക്കിയപ്പോൾ അയാൾ മറിഞ്ഞു വീണു, തല മുറിഞ്ഞു. ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ഇവിടെ ബലം പ്രയോഗിക്കേണ്ടതുണ്ടോ? ബലം പ്രയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കുഴപ്പം എന്താണ്? അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ ചെറുതായി ബലം പ്രയോഗിക്കേണ്ടി വരും. അതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട്. ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി താനൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ CA ആയിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരുന്നുള്ള എന്നാണ്. അവിടെ ബസ്സുകാരും നാട്ടുകാരും ഒക്കെ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി. എനിക്കൊന്ന് ഓട്ടോറിക്ഷക്കാരുമായിട്ടാണെന്നോ എന്തോ ആണ്. അപ്പോൾ നാട്ടുകാർ ഇനി ബസ് ഓടിക്കത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ചെറിയ ഹർത്താൽ പ്രഖ്യാപിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ അടിയുണ്ടായതിനൊക്കെ കേസായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹർത്താലാണ്, ബീച്ച് ഏരിയയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ പോലീസിന് ഓടിച്ചെല്ലാനും റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനും ഒക്കെ താമസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നല്ലൊരു വലിയ പാർട്ടിയെ തന്നെ അയച്ചു. ഒരു 14 പോലീസുകാരും ഒരു വനിതാ പോലീസും ഒരു ASI ഉൾപ്പെടെയാണ് പോയത് അവിടെ. അപ്പോൾ അവരോട് ചെന്നിറങ്ങി. അപ്പോൾ ബസ് വന്നു. നാട്ടുകാർ ഓടിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇങ്ങനെ ചെറിയ കശപിശയായി. അവർ പോലീസിനെ ചീത്ത വിളിക്കുകയും മണ്ണുവാരി എറിയുകയും എന്തൊക്കെയോ ചെയ്ത് അവമാനിച്ചു. ഊരിപ്പോകാൻ പറ്റാത്ത നാട്ടുകാരെല്ലാവരും കൂടെ പോലീസിനെ തടഞ്ഞിട്ട് വണ്ടിയും തടഞ്ഞിട്ടു. അപ്പോൾ അതിന് ഈ വണ്ടിക്ക് ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എന്തോ കാര്യമായൊരു നിയമപ്രശ്നം അതിനകത്തുണ്ട്. ഞാനിപ്പോൾ അത് മറന്നുപോയി. സംഭവം മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനവിടെ എന്തോ സ്റ്റേഷനിൽ എന്തോ പെറ്റീഷൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കോൾ വന്നു. സാറേ, ഇങ്ങനെ പോലീസ് പാർട്ടിയെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും കയ്യിൽ വടിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അടി കിട്ടും പോലീസിന്. മണ്ണെറിയുക, കല്ലെറിയുക എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആകെ പോലീസിന് ഊരിപ്പോരാ. അപ്പം ഞാൻ പറഞ്ഞു 15 പേരില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമ്മുടെ ASI ആണ്, അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആളാണ്. പുള്ളിക്ക് ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. പുള്ളിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കൂടുതൽ ചെറിയ പോലീസുകാരുണ്ട്, പക്ഷേ അവരൊക്കെ ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് അതിലേ പ്രശ്നമാകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ ചാടി വണ്ടി കയറി. അപ്പോൾ പോകുന്ന വഴി വയർലെസ്സിൽ കൂടെ ഇങ്ങനെ കേൾക്കാം. അപ്പോൾ അവർ വയർലെസ് ഓൺ ചെയ്യുമ്പോൾ ഭയങ്കര വയലൻ്റായ ജനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി എത്താൻ 1 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാം ആൾക്കൂട്ടം. എല്ലാവരുടെയും കയ്യിൽ വടിയൊക്കെ എടുത്ത് കൊണ്ട് ഭയങ്കര ഇതും മണ്ണൊക്കെ പറന്ന് പൊങ്ങുന്നുണ്ട്. ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നി പോലീസുകാർ അടിക്കുകയാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ കൂടെ ഇരുന്ന എൻ്റെ കൂട്ടത്തിൽ അന്ന് സത്യൻ, ശശി, അബ്ദുൽ ഖാദർ, അങ്ങനെ കുമാരൻകുട്ടി, അങ്ങനെ 3-4 പേരാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. അത് സത്യനാണ് വണ്ടി ഓടിക്കുന്നത്. സത്യം പ്ലെയിൻ പറപ്പിക്കുന്ന പോലെ ഓടിക്കുകയുള്ളൂ. എന്നും മഴ കേൾക്കുകയും ചെയ്യും. പക്ഷേ അത്യാവശ്യത്തിന് പോകാൻ സത്യം തന്നെയാണ് നല്ലത്. സത്യം പറപ്പിക്കുന്നുണ്ട് വണ്ടി. ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഇതൊക്കെ ഇട്ട് ചെല്ലുകയാണ്, ഓണൊക്കെ ഇട്ട് ഓടി. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ഒരു 40 മീറ്റർ ഉള്ളപ്പം എനിക്ക് തോന്നി സിറ്റുവേഷൻ മോശമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവരെ ഊരണമെങ്കിൽ നമ്മൾ അവിടെ ചെന്നാൽ ബലം പ്രയോഗിക്കേണ്ടി വരും. ആ ബലപ്രയോഗം അവിടെ ചെന്ന് ചർച്ചയ്ക്ക് ശേഷമാകരുത്. കാരണം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾക്കൂട്ടത്തിന് ഉള്ളിലായിപ്പോവും. ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ബലപ്രയോഗം തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ ഊരിക്കൊണ്ട് പോരാൻ പറ്റാതെ വരും, നമ്മളും പെടും. അതുകൊണ്ട് വണ്ടി നിർത്തുന്നു, നമ്മൾ ആക്ഷൻ തുടങ്ങണമെന്ന്. വണ്ടി നിർത്തി, ലൈറ്റ് ഇട്ടിരുന്ന വണ്ടി ഓഫ് ചെയ്യുന്ന സമയം നിർത്തി ഞങ്ങൾ ലാത്തി ചാർജ് തുടങ്ങി. അടി തുടങ്ങിയുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിയപ്പം നമ്മുടെ ആൾക്കാർ ഞങ്ങളുടെ അടുത്തോട്ട് ഓടി വന്നു. അപ്പോൾ പിന്നെ 10, 18, 20 പേരായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറും ബഹളമൊക്കെ ആയി. അതിനിടയ്ക്ക് അവിടെ നിന്ന് കൂട്ടത്തിലൊരാൾ ഓടി വന്ന് പോലീസിനെ എറിഞ്ഞതാണ്. നേരെ വന്ന് വണ്ടിയുടെ മുകളിലത്തെ ടോപ്പ് ലൈറ്റും വിൻഷീൽഡും കൂടെ അങ്ങോട്ട് പൊളിച്ചുകൊണ്ട് പോയി. പിന്നെ വിട്ടില്ലാവും. ആൾക്കൂട്ടത്തിലോട്ട് ഓടിച്ചിട്ട് അയാളെ അങ്ങോട്ട് പിടിച്ചു. ഓടിച്ചിട്ട് പിടിക്കുക മാത്രമല്ല, ഞാൻ റിവോൾവർ എടുത്തു. കാരണം അത്രയും ആളാണ്. എന്തെങ്കിലുമൊക്കെ ത്രട്ടൺ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും പേർ ഉത്തരവാദിത്വം പറയണം ഈ നിൽക്കുന്ന പോലീസുകാർക്ക്. പിന്നെ പോലീസുകാരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓടിയെങ്ങും പോരുത്, ഒറ്റപ്പെട്ട് ഓടിപ്പോരുത്, ആരുടെയും പുറകെ പോരുത്, നമ്മളെല്ലാവരും കൂടെ ഒറ്റ ഇതായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ് വരുമ്പോൾ ഞങ്ങൾ ഷീൽഡ് വെച്ച് തടയും. ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം അങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പം അന്ന് നമ്മുടെ കുട്ടിയമ്മടി സാഹിബുണ്ട്, അദ്ദേഹം അവിടെ കാറിൽ വന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് ന്യായവിരോധമാണ്, പോലീസ് നടപടി എടുക്കേണ്ടതാണ്, അവർക്ക് കോർട്ട് ഓർഡർ മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നടപടി എടുത്തേ പറ്റുള്ളൂ, നിങ്ങളെ എറിഞ്ഞൊന്നും പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്, നിർബന്ധമായി ഈ കല്ലെറിഞ്ഞ ആളെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം അത് വേറെ വകുപ്പ് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ച കേസാണ്. അയാളെ കൊണ്ടുപോകും, അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും. അതിന് എന്ത് തടഞ്ഞാലും കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ കടമ്പിടുത്തം പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കംപ്ലീറ്റ് ആൾക്കാരെ വഴി ഞങ്ങൾ വലിയ വണ്ടി ഇതൊക്കെ ആയിട്ട് ഊരിക്കൊണ്ട് പോകും. ഈ സാഹചര്യത്തിൽ നമുക്ക് അവരോട് പോയി നിന്ന് ഇത് പറയാൻ പറ്റില്ല. സമാധാനം അവിടെ താനൂർ മേഖലയിലുള്ള ആ പ്രദേശത്തുള്ളവർ വളരെ നല്ല മനുഷ്യരുണ്ട്. അവിടെ
നമ്മളോട് ഒരുപാട് സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന, അതാ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നമ്മളവിടെ അതിലേ പോയാൽ അവർ ഭക്ഷണം കൊണ്ടുവന്ന് വണ്ടിയിടത്ത് തന്ന് നമ്മളെ തീറ്റിച്ചോണ്ടുള്ളൂ. അവിടെ കുറച്ച് പേര് ഈ മിസ്ക്രിയൻസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. അവരന്ന് എന്തോ ഒരു ചെറിയ ഇതുണ്ട്. ഇപ്പോഴൊക്കെ ചെന്നാൽ എനിക്ക് ഈ പിള്ളേർ തന്നെ അന്ന് ഈ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത ആളെ തന്നെ ചായ മേടിച്ചു തരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നല്ല സ്നേഹമുള്ളവരൊക്കെയാണ്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഞങ്ങൾ ബലം പ്രയോഗിക്കേണ്ടി വന്നു, ഒരു കേസുണ്ടായി, അയാൾ റിമാൻഡും ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ സമയത്തൊക്കെ പോലീസ് ബലം പ്രയോഗിക്കുന്നതിനെ കുറ്റം പറയാൻ പറ്റില്ല, നമുക്കതേ ചെയ്യാൻ കഴിയും. പോലീസിൻ്റെ അന്തസ്സ് നിലനിർത്താൻ ഞങ്ങളവിടെ പോയി തോറ്റു വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള മനുഷ്യർക്ക് എങ്ങനെ ഞങ്ങൾക്ക് സേഫ്റ്റി കൊടുക്കാൻ പറ്റും? അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെറുതെങ്കിലും ആൾക്കാർക്ക് ഉപദ്രവമില്ലാത്ത ചെറിയ ബലപ്രയോഗം അവിടെ അനുവദനീയമാണ്, അത് ചെയ്തേ പറ്റൂ. ഇനി ഞാൻ ഓർക്കുന്നു, ഒരു പോലീസ് സ്റ്റേഷനിലൊരു പെണ്ണ് ഒന്നൊരു പരാതി തന്നു, ഭർത്താവ് ഇടിക്കുന്നു. അതാണ് സംഭവം. അവർ ഒരു വളരെ അഴുക്ക് പിടിച്ചൊരു വേഷമാണ്, ഒരു കൊച്ചുണ്ട് അവിടെ കൂട്ടത്തിൽ. അവർക്ക് വേറെ 2-3 മക്കളുണ്ട്. ഈ കുഞ്ഞിനെ അടുത്തുണ്ട് അവർ വന്നത്. അപ്പോൾ അവർ വന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഭാര്യയോട് മോശമായിട്ട് പെരുമാറുന്നതാണ് ഈ വലിയ പുരുഷത്വം എന്ന് വിചാരിക്കുന്ന ആരോ ഒരുത്തൻ, അങ്ങനെ ഒരാളാണ് എനിക്ക് തോന്നിയത് ഈ പരാതി വായിച്ചപ്പം. ഇവരുടെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സത്യമാണ്. അവർ എനിക്ക് ഉറക്കമില്ല, അവരുടെ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നു, ഭക്ഷണമില്ലാത്തൊരു സ്ത്രീ. ഞാൻ വിചാരിച്ചു ഇയാൾ ഇവിടെ ജോലി പറഞ്ഞു, അവിടുത്തെ ഒരു 3 സ്റ്റാർ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു, എനിക്കറിയാവുന്നതാണ്. ഞാൻ വിചാരിച്ചു ഇവനൊരു പരിചയമുള്ളതായിരിക്കും ഇയാൾ. വിളിച്ചു വന്നപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് പുള്ളിക്ക് ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞു ഇത് സർക്കാർ സ്ഥാപനമാണ്, പരാതി തീർക്കുന്ന ഇടമാണ്, വളരെ മോശപ്പെട്ടൊരു സ്ഥലത്തേക്ക് ചെന്ന പോലെയല്ല, ഇത് ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാനാണ് സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്കൊരു സീറ്റും ഒക്കെ കൊടുത്തു. ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് നല്ലൊരു വലിയ സൈസുള്ള ഒരാൾ. അപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ പരാതി തന്നത് എനിക്കിഷ്ടമായില്ല. ഞാൻ പറഞ്ഞു പരാതി അവർ പിൻവലിച്ചോളും, നിങ്ങൾ കൊണ്ടുപോയി മര്യാദക്ക് അവരെ നോക്കിയാൽ മതി. ആ കൊച്ചിന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിള്ളേരൊക്കെ വീട്ടിൽ ആകെ അലമ്പായി കിടക്കില്ലേ, നിങ്ങൾ വൈകുന്നേരം മദ്യപിച്ചിട്ട് അവിടെ ചെന്ന് അലമ്പുണ്ടാക്കാതിരിക്കും. സമാധാനം വേണമല്ലോ, മക്കളിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ വല്ല മദ്യപാനികളും കള്ളുകുടിയന്മാരും കഞ്ചാവ് വലിക്കാരും ഒക്കെ ആയിപ്പോവും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇയാൾ അതിലൊന്നും അടുക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി തന്ന് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ ഇവിടെ ഡിവോഴ്സ് ചെയ്യും. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു. അപ്പോൾ അടുത്ത ചോദ്യം, ഇതൊക്കെ പറയാൻ താനാരാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു നടക്ക് ഇയാൾ പോകുന്ന ലക്ഷണമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ സർക്കാർ നിയമിച്ച ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് പോലീസിൽ, ഇവിടെ ആപത്തതി വന്ന് പെട്ടുപോയി. അപ്പോൾ സാറ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്ത് ഒരു ഉത്തരവുണ്ടാകണം, എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കാമായിരുന്നു, എങ്ങനെയെങ്കിലും സാർ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അടുത്തതായിട്ട് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു എന്താ ഒരു കാര്യം ഈ പോലീസുകാരെല്ലാവരും കൂടെ ഇവളെ അങ്ങ് വെച്ചോ. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, എങ്ങനെ വെച്ചോളാന്നാണ് പറഞ്ഞത്. അല്ല നിങ്ങളെല്ലാവരും കൂടെ അവളെ ഇവിടെ നിർത്തിക്കോ, എല്ലാവരുടെയും കാര്യം നടക്കട്ടെ. അതിനൊരു ഡബിൾ മീനിങ്ങാണ്. അപ്പം ഞാൻ പറഞ്ഞു തൻ്റെ ഭാര്യയെ ഞങ്ങൾ ഇവിടെ നിർത്തേണ്ട കാര്യമില്ലല്ലോ, കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുക. അതൊരു പെണ്ണാണ്, അവൾക്ക് അവളുടേതായ അന്തസ്സുണ്ട്, ഒരുപക്ഷെ നിങ്ങളുടെ ചിലവിലായിരിക്കും ജീവിക്കുന്നത്, പക്ഷെ എന്നാലൊരു മനുഷ്യജീവിയാണ്, അവർക്ക് സംസാരിക്കാനും ഇങ്ങനെ അവമാനിക്കുന്നത് ശരിയല്ലല്ലോ. അതും പ്രശ്നം തീർക്കാനുള്ള ഒരു സ്ഥാപനത്തിന് മുമ്പ് വെച്ച് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. താങ്കളുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചു. MBA അഡ്മിനിസ്ട്രേഷൻ എന്നോ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല അഡ്മിനിസ്ട്രേഷനാണ്, ഇങ്ങനെ സ്വന്തം ഭാര്യയെ മര്യാദ കൊണ്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ താൻ MBA ആണെന്ന് ചോദിച്ചു. അത് പുള്ളിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ എന്നാൽ പിന്നെ താനം കൊണ്ട് ഒലത്തെന്നും പറഞ്ഞ് എണീറ്റ് ഇവളെ അടിച്ചിവിടെ ചെവിട്ടിയാന്ന് എനിക്കൊന്നും പറയുകയില്ല. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ സ്ത്രീയെ പിടിച്ചൊരു തള്ളി. അവർ പതുക്കെ അവിടെ നിന്ന് തെന്നിച്ചെന്ന് ആ ഭിത്തിയിൽ ഇങ്ങനെ മുട്ടി നിന്ന്. എന്തായാലും ഭാഗ്യത്തിന് കൊച്ചിൻ്റെ തലയിൽ മുട്ടിയില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ പെറ്റീഷൻ അന്വേഷിക്കാൻ പോകുന്ന ഒരുത്തൻ പോലീസുകാരൻ നിൽപ്പുണ്ടായിരുന്നു. ഞാനീ സംസാരിക്കുമ്പോൾ ഇയാളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ അയാളുടെ മുഖം വല്ലാതെ ഉടക്കി തുടങ്ങി. ഈ പെണ്ണിനെ പിടിച്ച് തലയോടുകൂടി ഞാൻ നോക്കുമ്പോൾ അയാൾ പുറകിൽ നിന്ന് ഇവൻ്റെ കഴുത്തിന് അങ്ങോട്ട് കയറി പിടിച്ചു, ഒരൊറ്റ ലോക്ക്. ഞാൻ മേശയുടെ പുറത്തുകൂടെ അറിയാതെ അപ്പുറത്ത് ചെന്ന് പോയി. ഉപദ്രവിച്ചൊന്നുമില്ല, പേടിപ്പിച്ചു, നന്നായിട്ട് പഠിപ്പിച്ചു. നീ വാങ്ങിക്കുമെന്ന് പറഞ്ഞു, നിൻ്റെ MBA നിന്നെ ഇന്ന് പിടിച്ച് അകത്ത് കൊന്നു. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്നു, സാറേ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരുടെ കരച്ചിൽ കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് കൈക്ക് വാദം വന്നവരും 2 കൊടുത്തു പോകുന്ന സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ആ പെണ്ണിനെ നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു വളരെ മോശം സ്ത്രീയോട് സംസാരിക്കാവുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ എല്ലാവരും കൂടെ അവളെ എടുത്തോ എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ ഒരാളിനെ സഹിക്കാവുന്നൊരു ഭാര്യയ്ക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? പക്ഷേ ഞങ്ങൾ അവിടെ നിർത്തി, അയാളെ കൊണ്ട് ആ സ്ത്രീയോട് മാപ്പ് പറയിപ്പിച്ചു, മേലാൽ ചെയ്യത്തില്ലെന്ന് എഴുതി വയ്പ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ എന്തൊരു പെറ്റി കേസ് എന്തോ കൊടുത്തെന്ന് തോന്നുന്നു, കൊടുത്തു. അപ്പോൾ കേസ് കൊടുക്കരുത് സാറേ, എനിക്ക് ജോലി പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിൻ്റെ ജോലി ഞാൻ കളയാനിരിക്കുകയാണ്, മര്യാദക്കല്ലെങ്കിൽ ഞാനവിടെ വിളിച്ച് പറയും, നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടും. എനിക്ക് തോന്നി അതാണ് നല്ലൊരു ഭീഷണിയാണ്.
അപ്പോൾ അതിലയാൾ വീണു. ഒരു 3-4 മാസത്തിന് ശേഷം ഞങ്ങളിങ്ങനെ വണ്ടി പോകുമ്പോൾ ഈ പെൺകുട്ടി ഇയാളുടെ ബൈക്കിൻ്റെ പുറകിൽ നിന്ന് പോകുന്നുണ്ട്, കൊച്ചുണ്ട്. അപ്പം ഞാൻ ആ സൈഡിൽ നിന്ന് ഇവനോട് ചോദിച്ചു, ഡ്രൈവറോട് ചോദിച്ചു, നമ്മുടെ അന്ന് പരാതി തീർത്ത പെണ്ണല്ലേ, എനിക്ക് സംശയമാണ്. അപ്പോൾ അവൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മിടിക്കുക, നല്ല ഡ്രസ്സൊക്കെ ഇട്ടാ. എനിക്കൊരു സംശയം, ഇനി അങ്ങേ കാണിച്ചാൽ വല്ല കുഴപ്പമാവോ? ഞാൻ എന്തായാലും ഇങ്ങനെ എന്തായി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കാണിച്ചു, കുഴപ്പമില്ലെന്നാണ് അർത്ഥം. അപ്പോൾ അവിടെയൊക്കെ ചെറുതായി ഒന്ന് ബലം പ്രയോഗിച്ചാലും വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാലം മാറി, അങ്ങനെ ബലം പ്രയോഗിക്കണമെന്നല്ല, പിടിച്ചിടിക്കണമെന്നല്ല. പക്ഷേ മാനസികമായിട്ട് അയാളെ ഒന്ന് ഭയപ്പെടുത്തുന്നത് നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതാണ്, ഭാര്യയ്ക്ക് നല്ലതാണ്. അപ്പോൾ ചില ഇങ്ങനെ അഴിഞ്ഞ മനുഷ്യരുണ്ട്, അവർക്കൊരു പേടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുന്നവരെ മുഴുവൻ മർദ്ദിച്ചും ഇതാണ് ഇവിടുത്തെ നീതി എന്ന് പറയുന്നത് കാട്ടാളത്തമാണ്, ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ ചോദ്യം എനിക്ക് മനസ്സിലായി ഈയിടെ ഉണ്ടായ ഒരു സംഭവത്തെ പറ്റിയാണ്. ഞാനതിൻ്റെ മെറിറ്റിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മോശം വശത്തോട്ടോ കടക്കുന്നില്ല. നമ്മൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാറില്ല, അഥവാ ചെന്നാൽ തന്നെ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളൊക്കെ ഉണ്ട്. അവർ നമ്മളോടും നമ്മൾ അവരോടും. അവിടെ ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല.